നമസ്കാരം, എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പത്തനംതിട്ട പട്ടാഴിമുക്ക് അപകടത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. അധ്യാപികയായ അനുജയും സ്വകാര്യ ബസ് ഡ്രൈവറായ ഹാഷിമുമാണ് അപകടത്തിൽ മരിച്ചത്. ഹാഷിമാണ് കാർ ഓടിച്ചിരുന്നത്. കാർ ലോറിയിലേക്ക് മനഃപൂർവ്വം ഇടിച്ചു കയറ്റിയതെന്ന റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇത് സ്ഥിരീകരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. കാർ അമിത വേഗത്തിലായിരുന്നുവെന്നും അനുജയും ഹാഷിമും സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നില്ലെന്നും അന്വേഷണ റിപ്പോർട്ടിലുണ്ട്. ട്രാക്ക് മാറ്റി ബോധപൂർവം ലോറിയിലേക്ക് ഇടിച്ചു കയറ്റുകയായിരുന്നു. ലോറിയുടെ മുന്നിൽ നിയമവിരുദ്ധമായി ഘടിപ്പിച്ചിരുന്ന ക്രാഷ് ബാരിയർ അപകടത്തിന്റെ ആഘാതം കൂട്ടിയെന്നും റിപ്പോർട്ടിലുണ്ട്. എൻഫോഴ്സ്മെന്റ് RTO ട്രാൻസ്പോർട്ട് കമ്മീഷണർക്ക് റിപ്പോർട്ട് ഇന്ന് കൈമാറും. സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ തേടി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്. ഇതിനായി ഇരുവരുടെയും മൊബൈൽ ഫോണുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയച്ചു. നമ്പർ ലോക്ക് ഇട്ടിരിക്കുന്ന ഫോണുകൾ തുറന്ന് പരിശോധിക്കുന്നതിലൂടെ ലഭിക്കുന്ന വിവരങ്ങൾ നിർണായകമാകുമെന്ന് പോലീസ് കരുതുന്നു. എത്രനാൾ മുതൽ തുടങ്ങിയ ബന്ധമാണ്? അപകട ദിവസം ഇവർ തമ്മിൽ ഫോണിൽ ബന്ധപ്പെട്ടിരുന്നോ എന്ന് തുടങ്ങിയ കാര്യങ്ങളാണ് വ്യക്തമാകാനുള്ളത്. അനുജയിൽ നിന്ന് ഹാഷിം പലതവണ പണം വാങ്ങിയിരുന്നതായും പോലീസ് സംശയിക്കുന്നുണ്ട്. ഇവരുടെ അടുപ്പത്തെ പറ്റി ബന്ധുക്കൾക്കോ സഹപ്രവർത്തകർക്കോ ഒരു വിവരവുമില്ല. പന്തളം പത്തനംതിട്ട വഴി ഓടുന്ന ബസ്സിലാണ് ഹാഷിം ആദ്യം ജോലി ചെയ്തിരുന്നത്. ഈ ബസ്സിലാണ് അനുജ യാത്ര ചെയ്തിരുന്നത്. ആ സമയത്ത് ഇവർ പരിചയത്തിലായതാവാമെന്നാണ് നാട്ടുകാർ ഉൾപ്പെടെയുള്ളവർ കരുതുന്നത്. എന്നാൽ അടുത്തിടെയാണ് അനുജയുടെ ഭർത്താവിന് ഇരുവരുടെയും ബന്ധത്തെക്കുറിച്ചുള്ള വിവരം ലഭിക്കുന്നത്. ഹാഷിം 3 വർഷമായി ഭാര്യയുമായി വേർപിരിഞ്ഞാണ് താമസിക്കുന്നത്. അനുജയുടെ വീട്ടിൽ ഹാഷിമിനെ 2-3 തവണ കണ്ടതായും നാട്ടുകാർ പറയുന്നു. അപകടത്തിൽ മരിച്ച അധ്യാപിക അനുജയെ ഒപ്പം മരിച്ച ഹാഷിം അപകടത്തിന് തൊട്ടുമുൻപ് കാറിൽ മർദ്ദിച്ചതായി ദൃക്സാക്ഷി വെളിപ്പെടുത്തിയിരുന്നു. KP റോഡിൽ ഏനാദിമംഗലം മങ്ങാട് ഭാഗത്ത് വെച്ചാണ് ഓടിക്കൊണ്ടിരിക്കുന്ന കാറിൽ മർദ്ദിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടതായി ഏനാദിമംഗലം ഗ്രാമപഞ്ചായത്ത് അംഗം ശങ്കർ മാരൂർ വ്യക്തമാക്കുന്നത്. താൻ സഞ്ചരിച്ചിരുന്ന കാറിന് മുൻപിൽ അപകടത്തിൽപ്പെട്ട കാറ് പോയിരുന്നു. കാറിന്റെ വാതിൽ 2-3 തവണ തുറക്കുകയും ചെയ്തു. കൂടാതെ കാറിന്റെ ഇടതുഭാഗത്തെ വാതിൽ വഴി 2 കാലുകൾ പുറത്തേക്ക് ഇട്ടത് കണ്ടതായും ശങ്കർ മാരൂർ പറഞ്ഞു. ഒരാൾ ചാടാൻ ശ്രമിക്കുന്നതായി തോന്നിയെങ്കിലും മദ്യപിച്ച ആളുകൾ ആരെങ്കിലും ആണെന്ന് കരുതിയിട്ടാണ് പിന്നീട് ശ്രദ്ധിക്കാതെ പോയത് എന്നും അദ്ദേഹം പറഞ്ഞു. പിന്നീട് മങ്ങാടുള്ള സ്വകാര്യ സ്കൂളിന് തൊട്ടുമുമ്പിൽ നിന്ന് കാറ് തിരിച്ച് അടൂർ ഭാഗത്തേക്ക് പോയതായിട്ടാണ് കരുതുന്നത്. തുടർന്ന് വ്യാഴാഴ്ച പുലർച്ചെയാണ് അപകട വിവരം അറിയുന്നതും താൻ രാത്രിയിൽ കണ്ട വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് എന്ന് തിരിച്ചറിഞ്ഞത് എന്നുമാണ് ശങ്കർ മാരൂർ പറഞ്ഞത്. വ്യാഴാഴ്ച രാത്രി 10:45-നാണ് അടൂർ പത്തനാപുരം റോഡിൽ പട്ടാഴിമുക്കിന് സമീപം കാർ കണ്ടെയ്നർ ലോറിയിലിടിച്ച് തുമ്പമൺ വടക്ക് ഹൈസ്കൂൾ അധ്യാപിക നൂറനാട് മറ്റപ്പള്ളി സുശീന്ദ്രം വീട്ടിൽ അനുജ രവീന്ദ്രൻ, സ്വകാര്യ ബസ് ഡ്രൈവർ ചാരുമൂട് സ്വദേശി ഹാഷിം വില്ലയിൽ മുഹമ്മദ് ഹാഷിം എന്നിവർ മരിച്ചത്. പത്തനാപുരം ഭാഗത്ത് നിന്നും തെറ്റായ ദിശയിൽ വന്ന കാർ ലോറിയിലേക്ക് ഇടിച്ചു കയറുകയായിരുന്നു. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.